നീ അല്ലെങ്കിലും അന്യന്റെ എച്ചിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനല്ലടാ. പിന്നെ ഇയാളുടെ അച്ഛനും ഒക്കെ ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയായിരുന്നു? കണ്ണേട്ടന്റെ എച്ചില് തിന്ന നിങ്ങളുടെ കുടുംബവും എന്റെ കുടുംബവും ഒക്കെ ഇത്രയും നാളും ജീവിച്ചത്. അത് പറയാനേ എനിക്ക് മടിയൊന്നുമില്ല. കണ്ണേട്ടനോട് ലക്ഷ്മി എടുത്ത് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാ. പക്ഷെ അവര് തമ്മിൽ രണ്ടായിട്ട് നിൽക്കുമ്പോ അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ നോക്കുന്നത് നീയും എന്റെ ഏട്ടനും എന്റെ അമ്മയൊക്കെ തന്നെയാ. കണ്ണേട്ടന്റെ ഒരു ചില്ലി കാശ് പോലും ഇനി എനിക്ക് വേണ്ട. അങ്ങനെ ചിന്തിക്കാൻ നിനക്കോ എന്റെ ഉണ്ണിയേട്ടനോ അമ്മയ്ക്കോ പറ്റുമോ? നിന്റെ വീട്ടിലുള്ളവർക്ക് പറ്റുമോ? എന്തിനാടാ ഇപ്പൊ ഒരുത്തി എന്റെ കുടുംബത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നേ? നിന്റെ പെങ്ങളുടെ കാര്യമാ പറഞ്ഞത്. ലക്ഷ്മി എടുത്തി പോയി എന്നറിഞ്ഞപ്പോ അവൾ ഓടിക്കത് ചെത്തി. കണ്ണേട്ടനെ സ്നേഹിക്കാൻ നേരത്തെ എന്താ അവൾക്ക് അതൊന്നും തോന്നാതിരുന്നേ? ഇവന്റെ അല്ലേ പെങ്ങള്, അപ്പൊ തോന്നേണ്ട സമയത്ത് അതൊന്നും തോന്നില്ല. എന്റെ സാഗരേട്ടനെ നീ ഭീഷണിപ്പെടുത്തിയ കാര്യം തൽക്കാലം ഞങ്ങൾ മാർക്കോയോട് പറയുന്നില്ല. അതറിഞ്ഞു കഴിഞ്ഞാലേ മാർക്കോയ്ക്ക് ഞാനിപ്പോ സ്വന്തം പെങ്ങളെ പോലെയാ. അതുകൊണ്ട് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവനിവിടെ പാഞ്ഞെത്തും. പിന്നെ തോമസ് സാറിന്റെ മരുന്നിന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചെന്നല്ല, ഇനി സാഗരേട്ടനെ എവിടെ വെച്ച് കണ്ടാലും മുഖം തിരിച്ചു പൊക്കോണം. ഓ, നിന്നെ ഭയന്ന് ഞങ്ങള് ജീവിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞടാ. ഇനി നീയാ ഞങ്ങളെ ഭയക്കേണ്ടത്. വാ സാഗരേട്ടാ. വിളിച്ചോണ്ട് പോടാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും തന്റെ നാത്തൂനെ പോലെ അമ്മയാവണമെന്നുള്ള ചിന്തയൊന്നും തന്റെ ഭാര്യയ്ക്കില്ലടോ. രണ്ടാളും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല സാറേ. സാറിനോട് അതേപ്പറ്റി പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞങ്ങള്. ദേ, ഈ മരുന്ന് ആഹാരത്തിന് മുമ്പ് കഴിക്കണം, മറ്റേത് രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞിട്ടും. അതുകൊണ്ട് ഫലം കണ്ടില്ലെങ്കിൽ രണ്ടാൾക്കും വിശദമായൊരു ചെക്കപ്പ് വേണ്ടിവരും. എന്റെ അനിയത്തി പേരെടുത്തൊരു ഗൈനക്കോളജിസ്റ്റാ. മഹാലക്ഷ്മിയുടെ പ്രസവവും ഇവിടെ തന്നെ ആകാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതും ആ ഉറപ്പിന്മേല. എന്റെ മരുന്നും എന്റെ അനിയത്തി എലിസബത്തിന്റെ ട്രീറ്റ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ ഒരു 95% സുഖപ്രസവം തന്നെ നടക്കും. പിന്നെ അതിന് സാധ്യതയില്ലെങ്കിൽ മാത്രമേ മറ്റു ഹോസ്പിറ്റലിന്റെ സഹായം തേടാൻ പറയൂ. എല്ലാം സാറ് പറയുന്ന പോലെ ചെയ്യാം. ഇവിടെ തന്റെ ഭാര്യയ്ക്കും മഹാലക്ഷ്മിക്കും ഒക്കെ കുഞ്ഞുങ്ങൾ ജനിക്കാൻ തടസ്സം ഞങ്ങൾ ഡോക്ടർമാരൊന്നുമല്ല. അത് പിന്നെ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാൻ മടിയില്ലാത്ത ഒരമ്മയാണ് മഞ്ജുവിന്റെ അമ്മ. അങ്ങനൊരു സാഹചര്യത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ് കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞു നിൽക്കുന്നത്. സ്വന്തം തറവാട്ടിൽ പോലും മഹാലക്ഷ്മിയെ നിർത്താൻ കണ്ണന് പറ്റുന്നില്ല. അതാണ് ആ വീട്ടിലെ അവസ്ഥ. സ്വന്തം അമ്മയും ബന്ധുക്കളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ കണ്ണനും പറ്റുന്നില്ല, മഹാലക്ഷ്മിക്കും പറ്റുന്നില്ല. അതവരുടെ പരാജയമല്ല മോളെ, മനുഷ്യത്വം ഒരുപാട് കൂടിപ്പോയതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും അവർ കൈക്കൊള്ളാത്തത്. ഇയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി വിശേഷം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അമ്മയുടെ അരികിലേക്ക് പോകരുതെന്ന്. പോകരുതെന്ന് മാത്രമല്ല, കുറേ നാൾ അങ്ങനൊരു വാർത്ത സ്വന്തം അമ്മയെ അറിയിക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ അവർ സ്വാഭാവികമായി അറിയുമ്പോൾ അറിയട്ടെ. ശരി സാർ. കൊച്ചുമക്കളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയോട് മകൾ അമ്മയാകാൻ പോകുന്ന വാർത്ത അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ ഞാൻ തന്ന ഈ മരുന്ന് സ്ഥിരമായി കഴിക്കാൻ നോക്കുക. അതിന് ഫലം കണ്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത മാർഗം നോക്കാം. ശരി സാർ. എന്നാ ഞാൻ ഇയാളെ കൊണ്ടുവിട്ടിട്ട് വരാം.
ഇന്നിനി പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. നാളെ വന്നാ മതി. ശരി സർ. ആ ശരി. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നമ്മള് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നല്ല ഫുഡാ. നല്ല ഫ്രഷ് ഫുഡാ ഇവിടെ. വൃത്തിയുണ്ട്. അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞത്. ഇടയ്ക്കൊക്കെ ഇതൊക്കെ വേണ്ടേ? ഇത് നല്ല സൂപ്പർ റെസ്റ്റോറൻ്റാ. കണ്ണേട്ടനുമായിട്ട് നല്ല ലോഹിത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ മിക്കപ്പോഴും കുടുംബമായിട്ട് ഇവിടെ വരുമായിരുന്നു. നമുക്കെന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചിട്ട് പോവാം. നോക്കിയോണ്ടേട്ടാ, അതവളല്ലേ ലക്ഷ്മി? അതെ, കൂടെ ഒരുത്തിനെ കേറുന്നുണ്ടല്ലോ. അവനായിരിക്കും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ. അയ്യോ ഉണ്ണി, എവിടെ? അവൻ നമ്മളെ കണ്ടോ കണ്ണേട്ടാ? എന്നെ കണ്ട തിരിച്ചറിയില്ല, പക്ഷേ തന്നെ കണ്ട അറിയാലോ. വേഗം വണ്ടി വിട്. ആ കാറിന്റെ പിന്നാലെ വിട്. അതാരാണെന്ന് അറിയണം. വേഗം പോകണ്ണേട്ടാ, അവര് പിന്നാലെ തന്നെ ഉണ്ട്. അവൻ എന്റെ അനിയനല്ലേ, അവൻ എന്തുമാത്രം സ്പീഡിൽ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്നാലും വേഗം വിട് ഉണ്ണിയേട്ടാ, ഒന്ന് വേഗം വിട്. ഉണ്ണിയേട്ടാ, അവര് ക്രോസ് ചെയ്ത് പിടിക്കേ. അവര് തിരിഞ്ഞു പോയോ അതോ ഈ റോഡിലൂടെയാണോ പോയത്? അവർ ആകാശത്തൂടെ പോയി. ഒരു കഴിവില്ല. വെച്ച് വിടാൻ പറഞ്ഞപ്പോ അത് 60-70 വിടുന്നേ. ഞാൻ 90 വിട്ടത്. അതിലും സ്പീഡിൽ വിട്ടാലേ ചിലപ്പോ കൺട്രോൾ പോകും. ഇപ്പൊ എന്റെ കൺട്രോളാ പോകുന്നേ. അവളെയും കൂട്ടിയോ പോയവൻ തന്നെയാണ് അവളുടെ പുതിയ രഹസ്യക്കാരൻ. അയാള് തന്നെയാ കുഞ്ഞിന്റെ അച്ഛൻ. അത് നമുക്ക് ഉറപ്പിക്കാലോ. അതുകൊണ്ടല്ലേ അവൻ പാഞ്ഞു പോയത്. ഇത് എത്രയും പെട്ടെന്ന് കണ്ണനോട് പറയണം. നമ്മൾ ആരും അറിയാത്തവനാണ് അവരെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഇതിന്റെ പിന്നിൽ ആ അനന്തവേണ്ണൻ ലേഖ്യം തന്നെയാ. അതുകൊണ്ട് അവർക്ക് എന്താ മെച്ചം? നിനക്കറിയാത്തോണ്ടാ കരുണേ, അവർക്കെല്ലാം ഉണ്ട്. ഇല്ലാത്തത് ഒരു കുഞ്ഞാണ്. ഈ അനന്തവേട്ടൻ അയാളുടെ ഭാര്യയുടെ മനസ്സറിഞ്ഞിട്ട് പലപ്പോഴും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാന്ന് പറഞ്ഞതാ. പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല. എന്നാലും അവർക്കൊരു കുഞ്ഞിനെ ലാളിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവര് കാട്ടിക്കൂട്ടിയ തരികിട പരിപാടിയാണിതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്ത് മനഃപൂർവ്വം അവരൊരു പ്രേമത്തിന് കൂട്ടുനിന്നോ? ലക്ഷ്മി ഒരുത്തിനും തമ്മിൽ അടുക്കാൻ അവർ കാരണക്കാരായോ? ഒന്നും പറയാൻ പറ്റില്ല. കണ്ണേട്ടൻ വിട്ടുകളഞ്ഞപ്പോ അവരെ 2 കൈ നീട്ടി സ്വീകരിച്ചത് അനന്തവേട്ടൻ ലേഖേച്ചിയാ. കണ്ണേട്ടൻ വഞ്ചിക്കപ്പെടുമ്പോ കണ്ണേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്ത് ശരിക്കും കൂടെ നിൽക്കേണ്ടല്ലേ? അതിനു പകരം എന്തിനാണ് ഇങ്ങനൊരു ചതി ചെയ്തത്? അപ്പോ ആ ചതിയില് അവർക്കും പങ്കുണ്ട്. കുഞ്ഞിന്റെ അച്ഛന്റെ പിൻവശം മാത്രമേ ഇന്ന് കാണാൻ പറ്റുള്ളൂ. ഇനി അവനെ ശരിക്കൊന്ന് കാണണം. അറിഞ്ഞിരിക്കണല്ലോ അതാരാണെന്ന്.
കാർ കിടപ്പുണ്ട്. അവര് വന്നു കാണും. നിങ്ങൾ എത്തിയായിരുന്നോ? ദേ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആ എടാ അനന്തു, ദേ കാര്യങ്ങളൊക്കെ ഇയാൾ പറയും. എനിക്ക് എത്രയും പെട്ടെന്ന് ഫൈനാൻഷ്യൽസ് എത്തിയേ പറ്റൂ. അല്ലെങ്കിൽ അത് ചില സംശയങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ആ എന്നാ ശരി. അത് കണ്ണേട്ടാ, ഡ്രസ്സ് മാറണ്ടേ? ഓ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഞാനെന്നാ ഡ്രസ്സ് മാറിയിട്ട് വരാം. എന്താ മഹി പറ്റിയത്? ഞങ്ങൾ സ്ഥിരം കയറാറുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് കാറിലേക്ക് കയറാൻ പോകുമ്പോ ഉണ്ണിയും കരുണ അവിടെ വന്നു. അയ്യോ, അവര് നിങ്ങളെ കണ്ടോ? കണ്ടു. പിന്നെ കണ്ണേട്ടൻ ഈ വേഷത്തിലായതുകൊണ്ട് മനസ്സിലായില്ലെന്നാ തോന്നേ. പെട്ടെന്ന് ഞങ്ങൾ കാറിൽ കയറി പാഞ്ഞു പോന്നു. കുറേ ദൂരം അവര് പിന്തുടർന്നു. അപ്പൊ കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ? കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്റെ കൂടെയുള്ളത് ആരാണെന്ന് അറിയാനായിരിക്കും പിന്നാലെ വന്നത്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ കണ്ണേട്ടൻ മറ്റൊരു റോഡിലൂടെ കാറ് വെട്ടിച്ചു വിട്ടു. ഇനി കണ്ണേട്ടൻ പറഞ്ഞതുപോലെ എന്തേലും സംശയം തോന്നിയോന്ന് അറിയില്ല. ആവേശത്തില് കണ്ണേട്ടൻ എന്തായാലും തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭയമൊന്നും വേണ്ട. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാഹിക്കൊപ്പം കാറിൽ സഞ്ചരിച്ച ആളായിരിക്കും മാഹിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് അവർ കരുതി കാണും. അതാരാണെന്നറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും അവര് പിന്നാലെ വന്നത്. ആ, അങ്ങനെ തന്നെ ഞങ്ങൾക്കും തോന്നുന്നത്. എടാ വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോടാ. ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ലോടാ. തൽക്കാലം കുഞ്ഞ് ജനിക്കുന്നത് വരെ അത് മതി അനന്തുവേട്ടാ. ആ ഇനി അത് തടയാൻ ശ്രമിച്ചാലും നീ സമ്മതിക്കില്ലല്ലോ. മഹിയ എത്ര പെട്ടെന്ന് കണ്ണനെ വിട്ടുകൊടുക്കാൻ പോലും നീ തയ്യാറല്ല. ദേ വെറുതെ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയരുത് കേട്ടോ. അനന്തു, ഞാൻ പോയിട്ട് വിളിക്കാടാ. ശരി, പെട്ടെന്ന് ഞാൻ ഓഫീസിലെത്തട്ടെ. ശരിടാ. ആ എടോ, ഞാൻ പോയിട്ട് വരാം. പാവം, മഹിയായിട്ടൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് വന്നതാ. അതും ടെൻഷനിൽ അവസാനിച്ചു. കണ്ണേട്ടാ, ഞാൻ പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചു. കൃത്യസമയത്ത് ഇവരെത്തി. ആ വാ വാ ഇരിക്കും. കണ്ണേട്ടാ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാനും ഇവിടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിക്കാൻ. ആ സമയത്ത് അവിടെ അവളുണ്ടായിരുന്നു, മഹാലക്ഷ്മി. കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. അങ്ങനെ അവള് ഒരാൾക്കൊപ്പം റെസ്റ്റോറന്റിൽ വരണമെങ്കിൽ അയാളായിരിക്കില്ല കുഞ്ഞിന്റെ അച്ഛൻ. അവന്റെ മുഖം ഞങ്ങൾ കണ്ടില്ല, എങ്കിലും കാണാനായി ഒരു ശ്രമം നടത്തി. അവരുടെ കാറിന്റെ പിന്നാലെ പാഞ്ഞെങ്കിലും രണ്ടും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കളഞ്ഞു. ഇതൊന്നും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളാ. അയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഇനി അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുള്ളത്? എങ്കിലും അതാരാണെന്ന് അറിയണ്ടേ കണ്ണേട്ടാ? അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാലും അത് ആരാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ കണ്ണേട്ടാ? നമ്മൾ ആരും അറിയാത്ത ഒരുത്തന ഇതിന്റെ പിന്നിലെന്നാണ് ഞങ്ങൾക്കിപ്പോ തോന്നുന്നത്. അതെ, അവള് സൈറ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതല്ലേ കണ്ണേട്ടാ? ആ സമയത്ത് ആരുമായോ അവൾ അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ കണ്ണേട്ടൻ പോലും ഒന്നും അറിയാതിരുന്നത്. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങളെന്തിനാ ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ചികഞ്ഞെടുത്തോണ്ട് വരുന്നേ? കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ഇതുപോലൊരു ചതി കണ്ണേട്ടനെ പോലെ ഒരാളോട് ഒരുത്തി ചെയ്യാൻ പാടില്ല. അതിന് നിമിത്തായത് ആരാണെങ്കിലും ശരി, അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിച്ചിട്ടും അവന്റെ കാരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കണം.
എന്നാ പിന്നെ അടിക്കടാ, എന്റെ കാരണത്തടിക്ക. അതെ അതെ, സ്ത്രീകളെ തല്ലിയാൽ അത് വലിയ കുഴപ്പമാ. പക്ഷെ അവനിട്ട് 2 പൊട്ടിച്ചാ കുഴപ്പമില്ലല്ലോ. അവൾക്ക് കൊടുക്കേണ്ടതും അവന് കൊടുക്കാം. പിന്നെ അത് കേസായാല് പോലീസുകാർ അവനെ തല്ലത്തുള്ളൂ. കണ്ണേട്ടനും അവരും തമ്മിൽ ബന്ധം പിരിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സമയത്താണ് അവരുമായിട്ടൊരുത്തും ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ക്രിമിനൽ കുറ്റമല്ലേ കണ്ണേട്ടാ? ഒരു വക്കീലായ കണ്ണേട്ടന് അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരണോ? ഞാൻ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. മനസ്സുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവര് വേർപിരിയണം. അല്ലാതെ പിന്നെ അതൊക്കെ കേസിലേക്കും വഴക്കിലേക്കും കൊണ്ടെത്തിക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആനന്ദവേട്ടനും അയാളുടെ ഭാര്യയും കണ്ണേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവരെന്തിനാ ഇങ്ങനെ ഒരുത്തിയെ സംരക്ഷിക്കുന്നത്? അതൊക്കെ അവരോട് പോയി ചോദിക്കേണ്ട കാര്യങ്ങളാ. ഞാൻ അതിനുശേഷം അവരെ ആരെയും വിളിച്ചിട്ടുമില്ല, കാണാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഒരു കാര്യം കണ്ണേട്ട ഓർത്തോ, അവര് ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. കണ്ണേട്ടനെ അവർ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അവർക്ക് കരയേണ്ടി വരും. അവൻ കാരണം. ഞങ്ങൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. വാക്കരണേ. അല്ല, കണ്ണേട്ടന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊരു സ്നേഹം! ആൾക്കാരുടെ മനസ്സ് കുറച്ചുകൂടെ അടുത്തറിയാൻ ഇതൊക്കെ നല്ലതാ. അണ്ണാന്റെ കൈ അനങ്ങുന്നുണ്ടോ അണ്ണാ? ആണോ അണ്ണ? ഇവൻ പറയുന്നത് ശരിയാണോ അണ്ണ? ഞാനിങ്ങോട്ട് വരുമ്പോ മേഘൻ സാർ പറഞ്ഞതേ ഉള്ളൂ, അണ്ണന്റെ കയ്യോ കാലോ അനങ്ങുന്നുണ്ടെങ്കിൽ പറയണമെന്ന്. അണ്ണന് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? എടാ, ആ പേനയും പേപ്പറും എടുക്ക. അണ്ണാ, കണ്ണൻ നടക്കും നടക്കില്ല, ഇതിലേതെങ്കിലും ഒന്ന് മാത്രം അണ്ണ എഴുതിയാൽ മതി. ഇതാണ്. എഴുത്. എഴുത്. നടക്കൂ. എഴുതുന്ന. ആ, നടക്കും. നന്നായിട്ട് കണ്ണൻ സാറിന് നടക്കാൻ പറ്റുമോ? പറ്റും, ഉറപ്പാണോ? എടാ, ഇങ്ങനൊരു വാർത്ത ചൂടാറുന്നതിന് മുന്നേ മേഘൻ സാറിനെ അറിയിച്ചേ പറ്റൂ. ഞാൻ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് വരാം. അണ്ണാ, മേഘൻ സാർ പറയുകയാണെങ്കിൽ അണ്ണനെ അങ്ങോട്ട് കൊണ്ടുപോകാം, തോമസ് വൈദ്യന്റെ അരികിലോട്ട്. അങ്ങേര് ചികിത്സിക്കാമെന്നേറ്റാൽ ചിലപ്പോ പെട്ടെന്ന് ഈ കിടപ്പിന്ന് അണ്ണൻ എഴുന്നേക്കാൻ പറ്റും. എന്തായാലും അറിയാനുള്ളത് അറിഞ്ഞല്ലോ. ഇനിയിപ്പൊ അണ്ണന് വേണ്ടിയിട്ട് മേഘൻ സാർ എന്തും ചെയ്യും. എന്നാ പിടിക്ക്. ആ, ശരിയണ്ണ. ആ,
സാറേ എന്താടാ ഓ, പേടിച്ചു പോയടാ. ഞാൻ കരുതി ആ കാർഗോടകനാണെന്ന്. മാർഗോ, എന്തിനാടാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? സാറേ നടക്കും നടക്കും സാറേ. ആ അതെ, ഇപ്പൊ എനിക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അയ്യോ സാറേ, സാറല്ല, അയാള് നടന്നു സാറേ. സാറ് ഭയക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞു സാറേ. എടാ നീ ഒന്ന് തെളിച്ചു പറയടാ. എടാ നീ നിന്റെ കൂട്ടുകാരന്റെ അടുത്തേക്കല്ലേ പോയത്? എന്നിട്ട് എന്തായി? അവൻ നടന്നു തുടങ്ങിയോ? അവനല്ല, മറ്റവൻ. മറ്റവനോ? എന്റെ സാറേ, കണ്ണൻ നടന്നെന്ന്. കണ്ണനോ? അത് നീ കണ്ടോ? ഇനി നടന്നത് ഞാൻ പറയാം സാറേ, സാറൊന്ന് കേൾക്ക്. ആ കാർത്തിക അണ്ണന്റെ കൈ അനങ്ങാൻ തുടങ്ങി സാറേ. അപ്പൊ തന്നെ പേനയും പേപ്പറും ഞാൻ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. അണ്ണൻ അപ്പോഴെഴുതി കാണിച്ചു സാറേ, നടക്കാമെന്ന്. കണ്ണൻ സാറിന് നടക്കാൻ പറ്റുമെന്ന് എഴുതി കാണിച്ചു സാറേ. വെറുതെ മനസ്സിൽ തോന്നുന്നൊന്നും വിളിച്ചു പറയരുത്, ഓരോന്ന് ഊഹിച്ച് പറയരുതെന്ന്. ഇല്ല സാറേ, നടന്ന കാര്യം പറഞ്ഞത്. വീഴ്ചയുടെ ആഘാതത്തില് അവന്റെ തലയ്ക്ക് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എടോ, അത് ഡോക്ടർ വിധി എഴുതിയതല്ലേ. അതുകൊണ്ടേ അവൻ പറയുന്നൊന്നും മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറ് തന്നെയല്ലേ പറഞ്ഞത് അവന്റെ കൈ ഒന്ന് ചലിച്ചാൽ ചൂടോടെ എഴുതി വാങ്ങണമെന്ന്? ഞാൻ ഒന്നല്ല 2 തവണ എഴുതി വാങ്ങിയത്. അപ്പോഴെണ്ണൻ ബോധത്തോടെ പതുക്കെ നടക്കാൻ പറ്റുമെന്ന് എഴുതി തന്നു. എന്താ സാറേ ആലോചിക്കുന്നേ? എനിക്കും പറ്റൂടാ, എനിക്കും ഇപ്പൊ നടക്കാൻ പറ്റും. പക്ഷേ അവൻ നടക്കരുതെന്ന എന്റെ പ്രാർത്ഥന. ഇനിയിപ്പോ അതിന് വിപരീതമായിട്ട് അവൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിനുള്ള അവസരം ഞാൻ ഒപ്പിച്ചോളാം. നിനക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങോട്ട് കൊണ്ടുവന്നാലും തോമസ് വൈദ്യൻ സംശയിക്കില്ല. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ലോ. എനിക്കറിയാനുള്ളത് അവനിൽ നിന്ന് തന്നെ അറിയണം. ഇപ്പൊ അവൻ എഴുതി കാണിച്ചത് നാളെ മാറ്റി എഴുതാൻ പാടില്ല. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി എന്ത് വേണമെന്ന് എനിക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂ. ഒരിക്കലും സംഭവിക്കരുതെന്ന് കരുതിയത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചോളം ദുരന്തം തന്നെയാ. അതിന് മറുമരുന്ന് കണ്ടേ പറ്റൂ. ഒരു യോഗ്യതയില്ലാത്തവള് കൊറേ നാളിരുന്ന കസേരയാ. ഇനി എനിക്ക് ഈ കസേരയിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റുമോ ഉണ്ണിയേട്ടാ? പറ്റണം. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ശ്രമം. എങ്ങനെയെങ്കിലും അതിനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരണം ഉണ്ണിയേട്ടാ. അവള് ഫൈനാൻസേഴ്സിലേക്ക് വന്ന് ഈ ക്യാബിനിൽ കേറിയ ശേഷം സത്യം പറഞ്ഞ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പോ ശരിക്കും ഉറക്കം കിട്ടുന്നുണ്ടല്ലോ. സംശയമുണ്ടോ? അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എനിക്ക് മനസ്സമാധാനം കിട്ടിയത്.
നല്ല ഉറക്കോ. ഇനി അവള് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരരുത്. അതെനിക്ക് മരിക്കുന്നതിന് തുല്യ ഉണ്ണിയേട്ടാ. അതിനി ഒരിക്കലും അവര് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. നീ അവരെ കുറിച്ച് പറയുമ്പോഴുള്ള കണ്ണേട്ടന്റെ മട്ടുഭാവം കണ്ടില്ലേ? അത് കേൾക്കാൻ പോലും കണ്ണേട്ടന് താല്പര്യമില്ല. എങ്കിലും ഇനി കൂട്ടുകാരനും ഭാര്യയും എല്ലാം കൂടി രണ്ടാളെയും ഒന്നിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കണ്ണേട്ടനെ നിനക്ക് അറിയാത്തോണ്ടാ. കൂടെ കഴിഞ്ഞിട്ട് വഞ്ചന കാണിച്ചവരെ ഇനി ഒരിക്കലും കണ്ണേട്ടൻ തിരികെ വിളിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് കസേരയിൽ ഉറച്ചിരിക്കാലോ. സാവകാശം നീ കണ്ണേട്ടനോട് വിഷയം അവതരിപ്പിക്കണം. വീട്ടിലിരുന്ന് ബോറടിക്കാണെന്നും അതുകൊണ്ട് ഫൈനാൻസിയേഴ്സിലേക്ക് വന്നോട്ടെ എന്നും ചോദിക്കണം. കണ്ണേട്ടൻ എന്തായാലും നോ പറയില്ല. അങ്ങനെ കണ്ണേട്ടനോടൊപ്പം നിനക്കിവിടെ വരാൻ പറ്റുകയാണെങ്കിൽ സാവകാശം നീ ഈ കസേരയിലിരിക്കണം. പിന്നെ ഈ ക്യാബിൻ നിന്റെ. ചിരിക്ക് ചിരിക്ക്. കരയുന്നതിന് മുമ്പ് ഒരുപാട് സന്തോഷിക്കുന്ന ചിരിക്കുന്നതൊക്കെ നല്ലതാ. ആഹാ, എന്റെ ഭാര്യയെത്തിയല്ല, ഇനി കളി മാറും. ഇതുപോലുള്ള ക്യാബിനില് MD-യുടെ കസേരയിലൊക്കെ ഇരുന്ന് സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നത് ഒരു ഗമയാ അല്ലേ ഉണ്ണിയേട്ടാ? അത് പിന്നെ അങ്ങനെയല്ലേ. നമ്മുടെ താഴെ ആൾക്കാർ വരികയും നമ്മളെ നിയന്ത്രിക്കാൻ ആളില്ലാതെ വരികയും ചെയ്യുന്നത് ഒരു ഭാഗ്യകരണേ. അധികം ആർക്കും ആ ഭാഗ്യം കിട്ടില്ല. ഏതൊരു ഓഫീസിലായാൽ പോലും നമുക്ക് മുകളിൽ ആൾക്കാരുണ്ടാവും. ഇനി ആ ഓഫീസിന്റെ തലപ്പത്ത് നമ്മളായാലും അവിടെയും നമ്മളെ നിയന്ത്രിക്കാൻ അതിന്റെ മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, രാഷ്ട്രീയക്കാരുൾപ്പെടെ. ഇവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങളെന്താ ഇവിടെ? നീ നിന്റെ ഓഫീസിലേക്ക് പോവാതെ ഇവളെ കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇതെന്റെ കണ്ണേട്ടന്റെ ഫിനാൻസിയേഴ്സാ. എന്റെ കണ്ണേട്ടന്റെയും എന്റെ അച്ഛന്റെയും വിയർപ്പാണ് ഈ സ്ഥാപനം. ആയിക്കോട്ടെ, പക്ഷേ ഇപ്പൊ ഈ സ്ഥാപനത്തിന് 2 MD-മാരാ. ഒന്ന് നിന്റെ ഏട്ടൻ, പിന്നെ ഞാനും. നിനക്ക് നാണോ ഇല്ലേ? കണ്ണേട്ടനെ ചീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ കയറി വരാൻ. അത് പറയാൻ നിനക്ക് എന്താടി അധികാരം? നീ എന്തിനാ എന്റെ കസേര കയറി ഇരുന്നത്? ഇത് എനിക്ക് അവകാശപ്പെട്ട കസേരയാ. ഈ ക്യാബിനും എന്റേതാ. ഇവന്റെ ഏട്ടന് പോലും അത് നിഷേധിക്കാൻ പറ്റില്ല. ഒരു കോടതിക്കും പറ്റില്ല. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ കാണിച്ച നെറുകേടിനൊപ്പം ഒരു കോടതി നിൽക്കില്ല. കണ്ണേട്ടന് സ്വന്തമായതൊക്കെ തിരികെ എഴുതി കൊടുക്കാൻ കോടതി നിങ്ങളോട് പറയും. അങ്ങനെ പറയുന്ന ദിവസം
ഞാനിങ്ങോട്ട് വരാതിരിക്കാം. അതുവരെ എന്റെ ക്യാബിനില് നീ ഒന്നും കയറരുത്. ഇറങ്ങ, ഇറങ്ങാൻ, പുറത്തിറങ്ങാൻ. നാണോ മാനോ ഇല്ലാത്തവള്. ഞങ്ങൾ കണ്ടടി നീ ഒരുത്തനൊപ്പം കാറിൽ കയറി പോകുന്നത്. ആ സമയത്ത് എന്തിനാ നിങ്ങൾ അവനെയും കൂടി ഓടി രക്ഷപ്പെട്ടത്? നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഞങ്ങൾ കാണാതിരിക്കാനോ? അയ്യോ, അവൻ എന്തൊരു വിടിയിലായിരുന്നു. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന ഒരാളല്ല നിന്റെ കുഞ്ഞിന്റെ അവകാശി. അതുകൊണ്ട് തന്നെയാ നിന്നെയും കൊണ്ടവൻ പാഞ്ഞത്. എത്ര നാൾ നിങ്ങൾക്ക് അവനെ മാറ്റി നിർത്താൻ പറ്റും? എന്നെങ്കിലും ഒരു ദിവസം അവൻ പുറത്തു വന്നല്ലേ പറ്റൂ. ഇതിനൊന്നിനും എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നീയൊക്കെ കേട്ടാ മതി. ഇറങ്ങി മുറിയുന്ന നീ വാകരട്ടെ. ഇവിടെ കാരണത്തടിക്കേണ്ടതാ. അടിച്ചു നോക്കടി. നീ ഒന്നടിക്കുമ്പോ നിന്റെ 2 കരണത്തും എന്റെ ഈ കൈ പതിക്കും. കുട്ടിക്കാലം മുതൽക്കേ ജോലി ചെയ്യുന്ന കയ്യാ ഇത്. അതിന് നിന്റെ കയ്യേക്കാളും നല്ല കരുത്തുണ്ട്. അത് മറക്കണ്ട. നിന്റെ നാശം അടുത്തടി. അതുകൊണ്ടാ നീ ഇതൊക്കെ പറയുന്നേ. ആയിക്കോട്ടെ. ഇവർക്ക് വട്ടാണ്. നീ വാകരട്ടെ. നോക്കണ്ട. എന്റെ കസേരയിൽ തന്നെയാ ഞാൻ ഇരിക്കുന്നെ. അത് സ്വന്തമാക്കാന്ന് നീ കരുതണ്ട. നമുക്ക് കാണാടി. കാണാം. ഓടി വാകരട്ടെ. ഏട്ടൻ കണ്ടോ ഒരുത്തി വന്നത്? ആര്? അവള് തന്നെ, കണ്ണേട്ടനെ കത്തിച്ചവള്. അവള് വന്നോ? ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവരോട് ഏട്ടന് പറഞ്ഞൂടെ അവരെ കൊണ്ട് കേട്ടി വിടരുതെന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല ഉണ്ണി. എന്റെ എല്ലാ ബിസിനസിന്റെ നേർപകുതി അവളുടെ പേരിൽ കൂടി എഴുതി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ എനിക്ക് അവളെ തടയാൻ പറ്റും? എന്നാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് അവരിങ്ങോട്ട് വരത്തില്ലെന്നായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. അവൾ അവളുടെ കാമുകനായിട്ട് പോയത് ഞങ്ങൾ കണ്ടെന്നും അവൾക്കറിയാം. എന്നിട്ടും അവനെ എവിടെ കൊണ്ട് വിട്ടിട്ട് വന്നിരിക്കുക. കണ്ണേട്ടന് ഇപ്പൊ മനസ്സിലായോ? അപാര തൊലിക്കട്ടി അവക്ക്. അല്ലെങ്കിലേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം കണ്ണേട്ടനോട് അവള് ചെയ്തത് എന്താണെന്ന്. എന്നിട്ടും അവരുടെ എല്ലാം മുന്നിലൂടെ ഇതിനകത്തോട്ട് കയറാൻ അവള് ധൈര്യം കാണിക്കോ? ഞാൻ കരുതിയത് ഇനി അയാൾ ഇങ്ങോട്ട് വരില്ലെന്നാ. സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവുമെന്നറിയാം. എങ്കിലും ഞാനിവിടെ ഉള്ളപ്പോ ഇവിടേക്ക് വരാൻ മടി കാണിക്കാത്ത അവളെ പറ്റി കരുണ പറഞ്ഞു തന്നെ ശരി. ഇത് അപാര തൊലിക്കെട്ടി തന്നെ. അവര് കൺസ്ട്രക്ഷൻ കമ്പനിയിലും ഓഫീസിലും സൈഡിലൊക്കെ വരുന്നുണ്ടല്ലോ. സംഭവിച്ചതൊന്നും അവർക്ക് ഒരു വിഷയമല്ല കണ്ണേട്ടാ. എന്നാലും അവള് വന്ന സ്ഥിതിക്ക് കണ്ണേട്ടൻ അവളുടെ അടുത്ത് പോയി നല്ല 4 വർത്താനം പറയണം കണ്ണേട്ടാ. മാനവും മര്യാദയും ഉള്ളവളാണെങ്കിൽ ഇറങ്ങി പോവാൻ അവളോട് പറയണം. അതവർക്കില്ലല്ലോ. കണ്ണേട്ടനേക്കാൾ പവറിലാ അവരകത്തേക്കൊന്നും ഞങ്ങളെ പുറത്താക്കിയത്. അവരുടെ ക്യാബിനിലേക്ക് ഞങ്ങൾ ആരും കയറാൻ പാടില്ലെന്ന്. ശരി, എന്താ പിന്നെ അയാളെ നമുക്കൊന്ന് കാണാം. നിങ്ങൾ നടന്നു.
നിന്നോടൊക്കെ പോവാനല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നേ? ഇത് നിന്റെ മാത്രം സ്ഥാപനമല്ല, എന്റെയും കൂടിയാ. അവിടേക്ക് എന്റെ അനിയനും ഭാര്യയും വരുന്നതില് എന്താ തെറ്റ്? ഇത് എന്റെ ക്യാബിനാ. ഇവിടേക്ക് ആരും കയറി വരേണ്ട കാര്യമില്ല. കണ്ണേട്ടന് വരാം, കാരണം കണ്ണേട്ടനാണ് ഈ ക്യാബിൻ എനിക്കായിട്ട് ഒഴിച്ചിട്ടത്. അതുപോലെ തന്നെ ഈ ഫിനാൻസിയേഴ്സിലുള്ള സ്റ്റാഫിനും വരാം. എന്നാ ഇവളൊന്നും ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമേ ഇല്ല. നീ നോക്കിക്കോ, നിന്നെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയിരിക്കും. അത്ര പെട്ടെന്ന് ഞാൻ ഒഴിവായി പോന്ന് കണ്ണേട്ടൻ കരുതണ്ട. ആത്മാഭിമാനത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ കണ്ണേട്ടനോട് സംസാരിക്കുമായിരുന്നോടി? നീ ഇതുപോലുള്ള ഓഫീസിലേക്ക് വന്നത്, മുന്തിയ കാറിൽ യാത്ര ചെയ്തത്, നല്ല നല്ല ഹോട്ടലുകളിൽ പോയത് കണ്ണേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേടി? അല്ലാന്ന് ഞാൻ പറഞ്ഞോ? അതിന്റെ ബഹുമാനവും സ്നേഹവും എനിക്ക് കണ്ണേട്ടനോടുണ്ട്. എനിക്ക് നിന്റെ സ്നേഹമൊന്നും വേണ്ട. നീ ഏതോ ഒരുത്തന്റെ കൂടെ കാറിൽ ചുറ്റി നടന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞായിരുന്നു. അത് ഏതോ ഒരുത്തനല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാ. ഒരു കൂസലും ഇല്ലാതെ ഇവര് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ സത്യ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനുമായിട്ടാ ഞാൻ യാത്ര ചെയ്തത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അതാരാണെന്ന് നിനക്ക് പറഞ്ഞൂടെ? എന്തിനാ പറയുന്നത്? പറഞ്ഞതിന് ശേഷം ആ പാവത്തിനെ കൊല്ലാനോ? പാവോ? വയ്യാത്ത എന്റെ ഏട്ടനെ മണ്ടനാക്കിയിട്ട് നിന്നെപ്പോലെ ഒരുത്തെ കൂടെ കൂട്ടിയവൻ പാവമെന്ന്. അവൻ മനുഷ്യത്തില്ലാത്ത ഒരുത്തനാ. അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോളൂ. ആയിക്കോട്ടെ, എന്നെ പ്രാഗിയല്ലോ നിങ്ങൾ രണ്ടാളും കൂടി. അതുകൊണ്ട് ശിക്ഷ കിട്ടുമ്പോ ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചോളാം. അപ്പോഴേ ഞാൻ ഇവിടുത്തെ കണക്കൊക്കെ നോക്കാനാ വന്നത്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ എല്ലാവർക്കും പോകാം. ഞാൻ ദാനം തന്ന കസേര നിനക്കിത് അല്ലാന്ന് ഞാൻ പറഞ്ഞു കണ്ണേട്ടാ. ആ ഒരു ബഹുമാനം എനിക്ക് എന്നും കണ്ണേട്ടനോട് ഉണ്ടായിരിക്കും. ഓ, എനിക്ക് നിന്റെ ബഹുമാനമൊന്നും വേണ്ട. ആ, നിനക്ക് അന്തസ്സുണ്ടെങ്കിൽ ഞാൻ തന്ന സ്വത്തുക്കളെല്ലാം നീ എനിക്ക് തിരിച്ചെഴുതി തരണം. തൽക്കാലം അത് നടക്കില്ല. ഇവൾ അതിന് തിരിച്ചെഴുതി തരാനൊന്നും പോകുന്നില്ല കണ്ണേട്ടാ. ഇവളെയൊക്കെ ജീവനോടെ കത്തിക്കാ വേണ്ടത്. അതെന്താന്ന് വെച്ച് ചെയ്തോ. ജീവനോടെ ഇരിക്കുന്ന മഹാലക്ഷ്മി എനിക്ക് കിട്ടിയ സ്വത്തുക്കൾ ഇനി തിരിച്ചെഴുതി കൊടുക്കാൻ പോകുന്നില്ല. അതെനിക്കും എന്റെ കുഞ്ഞിനും കുഞ്ഞിന്റെ അച്ഛനും കൂടി അനുഭവിക്കാനുള്ളതാ. അത് നിനക്ക് നേടി തന്നത് നിന്റെ കുഞ്ഞിന്റെ അച്ഛനാണോടി? അതേപ്പറ്റിയൊന്നും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടേക്ക് വരും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലും സൈറ്റിലും ഒക്കെ ഞാൻ വരും. എനിക്ക് പാർട്ട്ണർഷിപ്പ് ഉള്ള കമ്പനിയില് ഞാൻ വരാതിരിക്കേണ്ട കാര്യം എന്താ? പാർട്ട്ണർഷിപ്പോ? അതിന് നിങ്ങൾ കമ്പനിക്ക് വേണ്ടി കോടികൾ മുടക്കിയിട്ടുണ്ടോ? മുടക്കിയാലും ഇല്ലെങ്കിലും കമ്പനിയുടെ നേർപകുതി എന്റെ പേരിലായതുകൊണ്ട് ഞാൻ പാർട്ട്ണർ തന്നെയാ. അതിന്റെ പേരിൽ ഇനി ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. തുനിഞ്ഞിറങ്ങിയിരിക്കുക. നിയമപരമായിട്ട് തന്നെ ഇവരുടെ അധികാരം എടുത്ത് കളയേണ്ടി വരും. ആയിക്കോട്ടെ, കോടതി നിയമമൊക്കെ ചിലർക്ക് മാത്രമായിട്ടുള്ളതല്ലല്ലോ. കുഞ്ഞിന്റെ അച്ഛൻ ഒരാള്, സ്വത്തെല്ലാം തന്നത് വേറൊരാള്. നിന്നെ പോലൊരു പെണ്ണിനെ കൊണ്ടേ ഇതൊക്കെ കഴിയത്തുള്ളടി. നീയൊക്കെ കുറെ ബുദ്ധി കാണിച്ചതാണല്ലോ എന്നെ കൊല്ലാൻ. നിനക്കൊക്കെ മാത്രം എന്തും ചെയ്യാം. മറ്റുള്ളവർ ചെയ്താൽ അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരുമ്പിട്ട് തന്നെയാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ ചെയ്. ഇവളൊക്കെ വെട്ടി നുറുക്കുക വേണ്ടത്. നന്ദി കെട്ടവള്. വാ കണ്ണേട്ടാ.